ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. മനുഷ്യന് പാർക്കേണ്ടതിന് ദൈവം കൊടുത്തിരിക്കുന്ന ഈ ഭൂമി വളരെ മനോഹരമായിരിക്കുന്ന ഒന്നാണ്. ഇവിടെ മനുഷ്യൻ താമസിക്കുന്നത് കൊണ്ട് മാത്രമല്ല ഈ ഭൂമി ഇത്രയും മനോഹരമായിരിക്കുന്നത്. മനുഷ്യനേക്കാൾ ഉപരി മൃഗങ്ങൾ, പക്ഷികൾ, ഇഴജന്തുക്കൾ ഇങ്ങനെ പലതും കൂടി ചേരുമ്പോഴാണ് ഭൂമി വളരെ മനോഹരമായി തീരുന്നത്. മനുഷ്യൻ യാത്രകൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. വീട്ടിൽ ഒരുപാട് ദിവസങ്ങൾ ഇരുന്ന് മുഷിച്ചിലായി പോയ ആൾക്കാരൊക്കെ പുറത്ത് വാഹനമെടുത്ത് ഇങ്ങനെ സഞ്ചരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവർ ഈ പോകുന്നതൊക്കെ വളരെ പ്രകൃതി രമണീയമായിരിക്കുന്ന സ്ഥലങ്ങളിൽ പോയി അവിടുത്തെ കാഴ്ചകൾ കണ്ട് മനസ്സിന് കുളിർ കൊള്ളിക്കുന്ന, മനസ്സിന് വളരെ സന്തോഷം ഏറ്റെടുക്കുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മളും പലരും അത്തരത്തിൽ യാത്രകൾക്ക് വളരെ പ്രിയമുള്ള ആൾക്കാരാണ്. നമ്മൾ ഈ കടന്നു പോകുന്ന വഴികളിലെല്ലാം വളരെ ഭംഗിയുള്ള മനോഹരമായിരിക്കുന്ന ധാരാളം വസ്തുക്കളെ, ധാരാളം ജീവജാലങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. മനുഷ്യൻ ഇത്തരത്തിൽ കാഴ്ചകൾ കണ്ട് നടക്കുമ്പോൾ അവൻ അധികം പരിഗണന കൊടുക്കാത്ത ഒരു പക്ഷി അല്ലെങ്കിൽ ഒരു ജന്തു അത് നിശ്ചയമായിട്ടും കാക്കയായിരിക്കാം. എനിക്കങ്ങനെ തോന്നുന്നു. മനുഷ്യൻ കൂടുകളിൽ അടച്ചിട്ട് പക്ഷികളെ വളർത്തുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പെറ്റ്സ് ധാരാളമായിട്ടും മനുഷ്യൻ ഇങ്ങനെ വീടുകളിൽ വളർത്തു മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരാറുണ്ട്. പക്ഷേ ആരും തന്നെ കാക്കയെ പിടിച്ച് കൂട്ടിലകത്തിട്ട് വളർത്തി അതിന് തീറ്റ കൊടുത്ത് പാലും പഴവും കൊടുത്തൊന്നും വളർത്തുന്നത് നമുക്കെങ്ങും കാണാനായിട്ട് കഴിയുന്നില്ല. നമ്മുടെ അയ്യത്തൊക്കെ വന്നിരുന്നു കൊണ്ട് കാക്കയോ ഒക്കെ നിലവിളിക്കുകയാണെങ്കിൽ നമ്മൾ അതുങ്ങളെ ഓടിച്ച് വിടുകയാണ് പതിവ്. ആരും തന്നെ അതിനെ വാത്സല്യത്തോടെ വിളിച്ച് ഒരു നേരത്തെ ആഹാരം കൊടുത്തൊന്നും കാണുന്നില്ല. ഇത്തരത്തിൽ വലിയ പരിഗണന ലഭിക്കാത്ത ഒരു പക്ഷിയാണ് കാക്കയെങ്കിൽ ദൈവം ഒരു മനുഷ്യനോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വന്നു. യോബിനോടാണ് ദൈവം ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. യോബിൻ്റെ പുസ്തകം 38 അധ്യായം മുതൽ 41 അധ്യായം വരെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 4 അധ്യായങ്ങളിലായിട്ട് 77 ചോദ്യങ്ങൾ ദൈവം യോബിനോട് ചോദിക്കുകയാണ്. 77 ചോദ്യങ്ങൾ, ഭയങ്കര ഘനമുള്ള, ഏറ്റവും കട്ടിയുള്ള, ഭയങ്കര വിശാലമായിരിക്കുന്ന, ഉത്തരം കണ്ടെത്താൻ വളരെ പ്രയാസമുള്ള ധാരാളം ചോദ്യങ്ങൾ, 77 ചോദ്യങ്ങൾ ദൈവം യോബിനോട് ചോദിക്കുകയാണ്. ആ ചോദ്യത്തിൽ വളരെയധികം എളുപ്പമുള്ള, വളരെ ഈസി ആയിട്ട് മറുപടി പറയാൻ കഴിയുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യം 38 അധ്യായം 41 വാക്യമാണ്. ആ ചോദ്യം ഇങ്ങനെയാണ് ദൈവം യോബിനോട് ചോദിക്കുന്നത്: പറയുക യോബേ, കാക്കക്കുഞ്ഞുങ്ങൾ ഇരകിട്ടാതെ ഉഴന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീനെത്തിച്ചു കൊടുക്കുന്നത് ആരാണ്? കാക്കക്കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നത് ആരാണെന്ന് നീ എന്നോട് പറയുക എന്ന് യോബിനോട് ദൈവം ചോദിക്കുകയാണ്. ഈ ചോദ്യം നമ്മളോട് കർത്താവ് ഇന്ന് രാവിലെ ചോദിക്കുകയാണെന്നിരിക്കട്ടെ. പറയൂ, ആരാണ് ഈ കാക്കക്കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നത്? നിങ്ങളുടെ മുറ്റത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ അതുങ്ങളെ നിങ്ങൾ ഓടിച്ചു വിടാറുണ്ട്. പക്ഷേ അതുങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ആഹാരം കൊടുക്കുന്നത്? ആരാണ് അവറ്റകൾക്ക് ആഹാരം കൊടുക്കുന്നത്? പുറത്തിങ്ങനെ കറങ്ങി നടക്കുന്ന, നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത, നമ്മൾ പരിഗണിക്കാത്ത, നമ്മുടെ ജീവിതത്തിൻ്റെ ചിന്തകളിൽ പോലും, ചിന്തകളുടെ ഇടനാഴിയിൽ പോലും വരാത്ത ഒരു പക്ഷിയാണ് കാക്ക. അവറ്റകൾക്ക് പോലും ആഹാരം കൊടുക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഇവിടെ യോബിന് ദൈവം പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ എത്രയധികം കർത്താവ് കരുതുന്നുണ്ട് എന്നറിയണമെങ്കിൽ പുറത്ത് ഇത്ര കണ്ട് പരിഗണിക്കപ്പെടാത്ത മറ്റു ജീവജാലങ്ങളെ നമ്മൾ നോക്കണം, മറ്റുള്ള വ്യക്തികളെ നമ്മൾ നോക്കണം. അധികം പരിഗണനകളില്ലാത്തവരെ നമ്മൾ ശ്രദ്ധിച്ചാൽ ദൈവം നമുക്ക് എന്തോരം പരിഗണന തരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവം നോഹയോട് ഒരു വലിയ പെട്ടകമുണ്ടാക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ആ പെട്ടകത്തിനകത്ത് 16,000 വർഗത്തിൽപ്പെടുന്ന ഇഴജന്തുക്കൾ, പക്ഷിമൃഗജാലങ്ങൾ കയറാനായിട്ട് ആവശ്യപ്പെടുകയാണ് ദൈവം. 16,000 വർഗം പക്ഷികളോ മൃഗജാലങ്ങളോ ജന്തുജാലങ്ങളോ ഉള്ളതായിട്ടാണ് എൻസൈക്ലോപീഡിയ പറയുന്നത്. 16,000 വർഗം, എണ്ണമല്ല, വർഗം. ഇവറ്റകൾക്ക് ആ പെട്ടകത്തിനകത്തായിരിക്കുമ്പോൾ അത്രയും കാലം ഏതാണ്ട് 1,39,600 ടൺ ഭക്ഷണം വേണ്ടിയിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ, ചിന്തകന്മാർ പറയുന്നത്. ഇത്രയും മൃഗങ്ങൾക്കും പക്ഷിജാലങ്ങൾക്കും വേണ്ടിയിട്ട് ആ പെട്ടകത്തിൽ അവറ്റകൾ കഴിച്ചു കൂട്ടിയ അത്രയും ദിവസം വേണ്ടിയിരുന്ന ഭക്ഷണത്തിൻ്റെ അളവ് 1,39,600 ടൺ ഭക്ഷണം വേണ്ടിയിരുന്നു എന്നുള്ളതാണ്. ഇത്രയും ആ ചില്ലറ ദിവസങ്ങൾ അതിനകത്ത് കഴിഞ്ഞുകൂടിയപ്പോൾ വേണ്ടിയിരുന്നു എങ്കിൽ ഭൂമി ഉണ്ടായ നാൾ മുതൽ ഇന്ന് വരെ ഈ കറങ്ങി നടക്കുന്ന നമ്മൾ കാണുന്ന ഈ പക്ഷിജാലങ്ങൾക്കൊക്കെ എത്രയധികം ഭക്ഷണം വേണ്ടിയിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ ഇന്നും കിട്ടാത്ത കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ
വേവലാതിയും പരാതിയും ആശങ്കകളുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. നമ്മുടെ ചിന്തകളുടെ എങ്ങും എത്താത്ത ഈ മൃഗങ്ങളെയൊക്കെ ദൈവമാണ് പോറ്റുന്നത്. അവറ്റകൾക്ക് വേണ്ടിയതെല്ലാം ദൈവമാണ് കൊടുക്കുന്നത്. അങ്ങനെ അവറ്റകളെ ദൈവം പുലർത്തുകയും പോറ്റുകയും വേണ്ടുന്ന ഭക്ഷണമൊക്കെ കർത്താവ് അവറ്റകൾക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യം കർത്താവ് പരിഗണിക്കാതിരിക്കുമോ പ്രിയരെ? പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമുക്ക് കിട്ടാത്ത കൊച്ചു കൊച്ചു കാര്യങ്ങൾ, നാളെക്കുറിച്ചുള്ള ചിന്തകൾ, ആവലാതികൾ, ആശങ്കകൾ, വേദനകൾ, ഭാരങ്ങൾ ഇങ്ങനെ നെഞ്ചിനകത്ത് കൊണ്ടു നടക്കുമ്പോൾ വല്ലപ്പോഴും ഒന്ന് മുറ്റത്തിലേക്ക് ഇറങ്ങി നിന്നിട്ട് അവിടെ കാണുന്ന ആ മൃഗങ്ങൾക്ക്, പക്ഷിജാലങ്ങൾക്ക്, ഇഴജന്തുക്കൾക്ക്, ഇവറ്റകൾക്ക് ആരാണ് ആഹാരം കൊടുക്കുന്നത്, ഇവറ്റകളെ ആരാണ് പുലർത്തുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തളം കെട്ടിക്കിടക്കുന്ന ആശങ്കകളെല്ലാം ആരും ശാസിക്കാതെയും ആരും ഭത്സിക്കാതെ തന്നെ അതൊക്കെ ഇറങ്ങിപ്പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ അവിടുത്തെ ഏറ്റവും വലിയ പ്രഭാഷണമാണ് ഗിരിപ്രഭാഷണം. ആ പ്രഭാഷണത്തിൻ്റെ ഇടയിൽ മത്തായി സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു തൻ്റെ കേൾവിക്കാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അവറ്റകളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിങ്ങനെയാണ്: ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടി വെക്കുന്നില്ല, പക്ഷെ പിതാവായ ദൈവം അവയെ എന്ത് ചെയ്യുകയാണ്? പുലർത്തുകയാണ്. എന്നിട്ട് താഴെ യേശു പറയുകയാണ്, അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരാണ്. പുറത്ത് നിങ്ങൾ കാണുന്ന ഈ പക്ഷിമൃഗജാലങ്ങളെക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരാണ്. അവറ്റകൾക്ക് ഒരു നേരത്തെ ആഹാരം പോലും ദൈവം മുടക്കുന്നില്ലെങ്കിൽ, അതുങ്ങൾ കരഞ്ഞ് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിൻ്റെ തീൻ ദൈവം അതിന് എത്തിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ, അവൻ്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, ദൈവസ്നേഹത്താൽ നിറഞ്ഞു ജീവിക്കുന്ന ദൈവപൈതലെ, നിൻ്റെ കാര്യത്തെ കർത്താവ് പരിഗണിക്കാതിരിക്കത്തില്ല. അതുകൊണ്ട് നാളെക്കുറിച്ചുള്ള ആശങ്കകൾ വിട്ടുകളയണം, നാളെക്കുറിച്ചുള്ള ചിന്തകൾ വിട്ടുകളയണം. അടുത്ത ദിവസങ്ങൾ എങ്ങനെയായിത്തീരും, എന്തായിത്തീരുമെന്നുള്ള ആ ധാരണകൾ, ആ ചിന്തകൾ, ആശങ്കകൾ അതെല്ലാം നീക്കിയിട്ട് ദൈവസന്നിധിയിൽ ഇവറ്റകളെ ദൈവം നടത്തുന്നുണ്ടെങ്കിൽ എന്നെ അധികം നടത്താൻ ദൈവം മതിയായവനാണ് എന്ന് ചിന്തിക്കാനായിട്ട് പഠിക്കണം. തൊട്ടു താഴെ യേശു മറ്റൊരു കാര്യം പറയുന്നുണ്ട്: വയലിലെ താമരയെ നോക്കൂ, അവ നൂൽക്കുന്നില്ല, എങ്കിലും അവ അധ്വാനിക്കുന്നില്ല, എന്നാൽ ശലോമോൻ പോലും തൻ്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല. എന്താ അതിൻ്റെ അർത്ഥം? വയലിലെ താമരയുടെ അത്രയും സൗന്ദര്യം ശലോമോന് പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് കർത്താവ് പറയുന്നത്. അത്രയും ഭംഗിയായിട്ട് അതിനെ നടത്താൻ, അതിനെ പുലർത്താൻ കർത്താവിന് കഴിഞ്ഞുവെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനും ഏറ്റവും വലിയ ജ്ഞാനിയായിരുന്ന ആ മനുഷ്യന് പോലും താമരയുടെ അത്രയും സൗന്ദര്യമോ അതിൻ്റെ അത്രയും മഹത്വവും ഉണ്ടായിരുന്നില്ല എന്ന് യേശു പറയുമ്പോൾ, ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവവചനം കേൾക്കുമ്പോൾ ദൈവമക്കളെ, നിങ്ങൾ ഹൃദയത്തിനകത്ത് ഉറപ്പിച്ചു വെക്ക്, ദൈവം നിങ്ങളുടെ കാര്യം പരിഗണിക്കാതിരിക്കത്തില്ല. ആത്മാവില്ലാത്ത ഈ പക്ഷിമൃഗജാലങ്ങളെ നന്നായി കർത്താവ് നടത്തുന്നുണ്ടെങ്കിൽ, അവൻ്റെ ശ്വാസത്തെ നിൻ്റെ മൂക്കിലാക്കി തന്ന, നിൻ്റെ ഉള്ളിലാക്കി തന്ന നിന്നെ അവൻ എത്രത്തോളം അധികം കരുതലോടെ, ബലത്തോടെ, ആയുസ്സോടെ, ആരോഗ്യത്തോടെ ദൈവം നിന്നെ നടത്തുമെന്ന് ഇന്ന് രാവിലെ ചിന്തിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാനായിട്ട് ഇടയായിത്തീരണം. പിന്നെയും തൊട്ട് താഴെ യേശു പറയുകയാണ്: വയലിലെ പുല്ലിനെ നോക്കുവിൻ, ഇന്ന് വളർന്ന് നാളെ അത് തീയിലാണ് അതിൻ്റെ ആയുസ്. ഇന്ന് അതിനെ ഇങ്ങനെ മുകളിൽ കാണാം, നാളെ അതിൻ്റെ ആയുസ് തീയിലാണ്. എന്നിട്ട് അവയെപ്പോലും കർത്താവ് നന്നായി ചമച്ചിരിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസിയെ, നിന്നെ എത്രയധികം. നാളെ തീയിലിട്ട് കളയേണ്ടുന്ന ആ പുല്ലിന് പോലും ദൈവം നല്ല സൗന്ദര്യം കൊടുത്ത് അവറ്റകളെ നന്നായി പുലർത്തുന്നുണ്ടെങ്കിൽ നമ്മളെ എത്രയധികം കർത്താവ് കരുതുമെന്നാണ്. അതുകൊണ്ട് ആ കർത്താവിൽ അങ്ങ് അടിയുറച്ച് വിശ്വസിക്കുക. കർത്താവ് നമ്മളെ ചതിക്കത്തില്ല, കർത്താവ് നമ്മളെ പറ്റിക്കത്തില്ല. ഈ ആയുസില്ലാത്ത, അല്പായുസുള്ള ഈ മൃഗജാലങ്ങളെയും ജന്തുജാലങ്ങളെയും പറവജാതികളെയും ഒക്കെ കർത്താവ് ഇങ്ങനെ നടത്തുന്നുണ്ടെങ്കിൽ നമ്മളെ കർത്താവ് ഗംഭീരമായിട്ട് നടത്തും. അതുകൊണ്ട് ആ കർത്താവിൽ നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം, ധൈര്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.